ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സാധാരണ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് പഠിക്കാം. ഓക്കെ. ഗസ്റ്റ്. നമ്മൾ സാധാരണ ഗസ്റ്റ് വരാറുണ്ട് നമ്മളുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഗസ്റ്റ്, അതിഥി. ഗസ്റ്റിന് അതിഥി എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഹിന്ദിയിൽ അതിന് പറയുന്നത് മെഹ്മാൻ. അതിഥി എന്നും ഹിന്ദിയിൽ നമ്മളുടെ മലയാളം പറയുന്നത് പോലെ തന്നെ അതിഥി എന്നും പറയാറുണ്ട്. പിന്നെ ഹിന്ദിയിലെ മറ്റൊരു വാക്കാണ് മെഹ്മാൻ. ഗസ്റ്റിന് മെഹ്മാൻ. റിലേറ്റീവ്, ബന്ധു. നമ്മളുടെ ബന്ധുക്കൾക്ക് റിലേറ്റീവ് എന്ന് നമ്മൾ പറയും. ഹീ ഈസ് മൈ റിലേറ്റീവ്, ഷീ ഈസ് മൈ റിലേറ്റീവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിന് ഹിന്ദിയിൽ റിസ്തേദാർ. റിസ്തേദാർ. വോ മേരാ റിസ്തേദാർ ഹേ. അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ ബന്ധുവാണ്. റിസ്തേദാർ ഹേ എന്ന് പറയും. വോ മേരാ റിസ്തേദാർ ഹേ, അത് എൻ്റെ ബന്ധുവാണ്. നൈബർ. നൈബർ നമ്മുടെ അയൽക്കാരൻ ആണ് നൈബർ. അതിന് ഹിന്ദിയിൽ പഡോസി. പഡോസി, അയൽപക്കത്ത് താമസിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അയൽക്കാരന് പറയുന്നതാണ് ഹിന്ദിയിൽ പഡോസി. ഫ്രണ്ട്, കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് അല്ലേ, അതിന് ഹിന്ദിയിൽ ദോസ്ത്. ഫ്രണ്ട്, ദോസ്ത്, ദോസ്ത്. എനിമി, നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ ദുഷ്മൻ. ഹിന്ദിയിൽ പറയുന്നത് ദുഷ്മൻ. എനിമി, ദുഷ്മൻ, ദുഷ്മൻ. ഇനി ടെനൻറ്റ്. ടെനൻറ്റ്, വാടകക്കാരന് പറയുന്നതാണ് ടെനൻറ്റ്. കിരായേദാർ എന്ന് പറയും ഹിന്ദിയിൽ. കിരായേദാർ, കിരായേദാർ. ടെനൻറ്റ്, കിരായേദാർ, വാടകക്കാരൻ. ലാൻഡ് ലോഡ്, വീട്ടുടമസ്ഥൻ. നമ്മുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥരെയൊക്കെ നമ്മൾ ലാൻഡ് ലോഡ് എന്ന് പറയും. മക്കാൻ മാലിക്, വീടിൻ്റെ ഉടമസ്ഥന് ഹിന്ദിയിൽ മക്കാൻ മാലിക്. മക്കാൻ മാലിക്. കോൺട്രാക്ടർ, കോൺട്രാക്റ്റ് വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടർമാരുണ്ട്, കരാറുകാരൻ. അതിന് ഠേക്കേദാർ, ഠേക്കേദാർ. കോൺട്രാക്ടർക്ക് ഹിന്ദിയിൽ പറയുന്നത് ഠേക്കേദാർ. വാച്ച്മാൻ, നമ്മുടെ കാവൽക്കാരന് നമ്മൾ വാച്ച്മാൻ എന്നാണ് പറയുന്നത്. അതിന് പറയുന്നത് ഹിന്ദിയിൽ എന്താണ്? ചൗക്കീദാർ, ചൗക്കീദാർ. വാച്ച്മാൻ ഹിന്ദിയിൽ പറയുന്നത് ചൗക്കീദാർ, കാവൽക്കാരൻ. ഷോപ്പ് കീപ്പർ, ഒരു കടയുടമ, ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പറിനെ ഹിന്ദിയിൽ ദുക്കാൻദാർ, ദുക്കാൻദാർ. കടക്കാരൻ, കടയുടമ, ദുക്കാൻദാർ. സെർവൻറ്റ്, സെർവൻറ്റ് സേവകൻ, വേലക്കാരൻ എന്നൊക്കെ പറയാം. നൗക്കർ, സെർവൻറ്റ്, വേലക്കാരൻ അല്ലെങ്കിൽ സേവകൻ, ഇവർക്ക് എന്താണ് പറയുന്നത്? നൗക്കർ, നൗക്കർ. മെയ്ഡ്, മെയ്ഡ് വേലക്കാരി, സ്ത്രീക്ക് പറയുന്ന പേരാണ് വേലക്കാരി. നൗക്കരാനി, നൗക്കർ വേലക്കാരൻ, നൗക്കരാനി വേലക്കാരി. മെയ്ഡ്, നൗക്കരാനി, നൗക്കരാനി. സ്വീപ്പർ, ജാഡു ദേനേവാല, തൂപ്പുകാരന് എന്താണ്? ജാഡു ദേനേവാല. ജാഡു ചൂലെന്നാണ്. അപ്പം ജാഡു, തൂപ്പ്, അടിച്ചു തൂക്കുന്ന ആൾ, ജാഡു ദേനേവാല, ജാഡു ദേനേവാല. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതെല്ലാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ച. ഓക്കെ, ബൈ.